എനിക്കെന്താ അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ വിളിക്കുമ്പോൾ പോകാൻ. കാര്യം നമുക്ക് ഒട്ടും അറിയാത്തൊരു ജോലി ചെയ്യാൻ ഒരു പേടിയില്ലല്ലോ, അല്ലേ? ഒരു ഭയപ്പാടുമില്ല അല്ലേ? നമുക്കറിയത്തില്ലാത്തൊരു ആളുകള് ജോലിയല്ലേ. എന്തെങ്കിലും പറയുമെന്നുള്ളൊരു ഭയമില്ല. ഞാൻ വാങ്ങാൻ റെഡിയല്ലേ. അതുകൊണ്ട് എന്താ അജു ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടിരിക്കും? ഇവന്റ്ഫുൾ ആക്കൂ നമ്മൾ. കാരണം ഇവിടെ ജീവിതം ഇവന്റ് ആക്കുക. അതന്നെ, ഇവന്റ്ഫുൾ ആക്കൂ. നമുക്ക് അങ്ങനെ ഒരു 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 അവസരം അവർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പൊ നല്ല പറയാനാണെങ്കിൽ മോശം പറയാനാണെങ്കിൽ സ്റ്റേജിൽ കയറി പാടാൻ തൻ്റെ അവിടെ ഉണ്ടാവും. ഇല്ല. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. ഈ പാട്ടുകളൊന്നും ഞാൻ പുറത്ത് പാടില്ല എന്നുള്ളതാണ് ആ പാട്ടുകൾ നിങ്ങൾക്ക് ഇന്നും ഇഷ്ടപ്പെടാൻ കാരണം. ഞാൻ എന്ന് അത് ഒരു ഇൻ്റർവ്യൂവിലോ സ്റ്റേജിലോ പാടുന്നു, അന്ന് ആ പാട്ട് ഡിസ്കണക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും സ്റ്റേജിൽ ഒരിക്കലും പാടില്ല. വേറെ വല്ല പാട്ട് പാടിയാൽ പിന്നെയും കുഴപ്പമില്ല. ആളുകൾ ഇഷ്ടപ്പെട്ട പാട്ട് പാടില്ല. നോ, സ്റ്റേജിലും അതിനെ കൊല്ലുന്ന പോലാണ്. ഒന്നിലും പാടില്ല. അത് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് അല്ലേ? അതെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാജിക് സംഭവിച്ച് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവൊക്കെ ശരിക്കും വന്നു എന്ന് എനിക്ക് തോന്നിയ അപ്പൊ പാടും. അങ്ങനെ വരില്ലല്ലോ. 2025 പോവുകയാണ്. കുറെ സ്വപ്നങ്ങൾ കാണും അല്ലേ? പ്ലാനിങ്ങളൊന്നുമില്ല. പ്ലാനിങ് ഒന്നുമില്ല. അത് എനിക്ക് കോവിഡിന് മുന്നേ 2020 ശേഷം ഞാൻ ആ പരിപാടി വിട്ടു. പ്ലാൻസ് നടക്കാതെ പോയി അല്ലേ? ഒത്തിരി സ്വപ്നങ്ങൾ. കോവിഡ് വന്ന വർഷമല്ലേ, അതുകൊണ്ട് ഹ്യൂജ് ലേണിംഗ് അല്ലായിരുന്നു. ഈ പ്ലാനുകൾക്കും ഇതിനൊന്നും വലിയ ഉറപ്പില്ലാന്ന്. പ്ലാൻസ് എക്സിക്യൂട്ടായി കിട്ടുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്കത് വളരെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ കൊതിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ളതൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ അഭിനയിക്കണം, ലാൽ സാറിൻ്റെ കൂടെ സിനിമ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു കൊതിയുടെ ഭാഗത്തിൽ വരുന്നതല്ലേ. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് താല്പര്യം. 2005 ഒരു പ്ലാനിങ്ങും ഇല്ല നമുക്ക്. എന്താണ് എൻ്റെ ജോലി ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കാണ്. ആ ജോലി സംവിധായകർക്കും പ്രേക്ഷകർക്കും തൃപ്തിയാവുന്ന വരെ എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്നതിൽ ബെസ്റ്റ് ആയിട്ട് എന്നീന്ന് കൊടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ സിനിമ ചെയ്യാനുള്ള ആഗ്രഹമില്ലേ? അതുമില്ല. കൂടുതൽ സിനിമ എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എല്ലാ ക്യാരക്ടറും വരുന്നത് നല്ലതാണെങ്കിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് ഏതൊരു ആക്ടർക്കും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്തത് കൊണ്ട് കാര്യമില്ല, നീതി പുലർത്തണം. അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഉത്തരവാദിത്വമല്ല, അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജോലിയാണ്. നീതി പുലർത്തണം എന്ന് പറയുമ്പോൾ നീതി പുലർത്താത്ത ഒത്തിരി പേരുണ്ടെന്നാണോ എൻ്റെ ഒരു? അല്ല, ഞാൻ പുലർത്താതിരുന്നിട്ടുണ്ട്. ഞാൻ ഡയറക്ടർക്കും അല്ലെങ്കിൽ അവിടെ പേരിന് ആ ജോലി തീർത്തിട്ടുള്ള സിനിമകൾ ഉണ്ടാവാം. നമുക്ക് പൂർണ്ണമായിട്ടൊരു സിനിമയോട് ഇപ്പോൾ മാനസികമായി കണക്ട് തോന്നണമെന്നില്ല. അങ്ങനെയുള്ള സിനിമകൾ പണ്ട് ചെയ്തപ്പോഴൊക്കെ നീതി പുലർത്താതിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കില്ല ആ സമയത്ത് കയറി പോയിട്ടുണ്ടാവും ചില വേഷങ്ങൾ. മമ്മൂക്കാനെ ഈ ഇടയ്ക്കൊന്ന് കളിയാക്കിയോ? കളിയാക്കിയതില്ല, എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. വന്നില്ലല്ലോ എനിക്ക് തോന്നി അജു ഒക്കെ ഇത്രയും വളർന്നു മമ്മൂക്കാനെ കളിയാക്കാൻ. മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും, മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിച്ച്. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നിയത്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷേ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ല, നിങ്ങൾ ചോദിച്ചു. അതിന് ഉത്തരം പറയാം. അതായത് ഞങ്ങളവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്തിൻ്റെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് എത്രയോ വർഷങ്ങളായിട്ട്. കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് അത്, ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത്. അപ്പോൾ ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു അത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയതില്ല. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോൾ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ എൻ്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ഞാനത് തോറ്റാൽ എനിക്ക് കുഴപ്പമില്ല, തോൽക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ചന്തു എടുത്ത് ഇടുന്ന് ഞാൻ വിചാരിച്ചില്ല. ചന്തു അത് ഈ 14 വർഷത്തിൻ്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കാര്യം എനിക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാതെ അജുവിന് മാത്രം പറയാമെങ്കിൽ എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. അജുന ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോൾ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയല്ല അജു. അജു ഞാനത് എൻ്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോൾ
ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല എന്താ തെറ്റ്. തെറ്റൊന്നും ആ ചോദ്യം അജുന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല, പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. ഇത് പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും, അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിന് ആവശ്യമില്ലല്ലോ. അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോടൊപ്പം എടുത്തോളാം. വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ അതല്ല, ഒരു കാര്യം പറയുമ്പോൾ അത് അജു പറഞ്ഞാൽ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. അല്ലല്ല, കാര്യം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സംഭവം ചെയ്തതിൻ്റെ എഫക്റ്റ് ഓക്കെ, അത് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഭയന്നിരുന്നു. ഇവൻ ഇത് ഇട്ടു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പം, കാര്യം വളരെ പേഴ്സണലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുമോ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളത് എൻജോയ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ശരി, പിന്നെ ഇട്ടോ, ഇതിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് ഉള്ളത് ചെയ്യുന്നത് അതുപോലെ ഉള്ളൂ. പക്ഷേ അതിനെ വേറൊരു ആംഗിളിൽ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പം അത് താങ്കൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ, അല്ല അജുന് ആദ്യം തോന്നി എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയത് അതിപ്പം എന്ത് ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പം നമ്മളുടെ ചിന്ത ഒരേപോലെ ആണെന്നാണ് പറയുന്നത്. അല്ല അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ല. അജുന് തോന്നിയെന്ന് എന്തായാലും പറഞ്ഞല്ലോ, എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ഇട്ട് തന്നെ പ്രശ്നം ഉണ്ടാവുമെന്ന്. പ്രശ്നം എന്നല്ല അല്ല, അത് ഇൻസൾട്ട് ചെയ്യുവോ എന്നുള്ളത് എനിക്കങ്ങനെ തോന്നി. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും. നിങ്ങൾ ഓപ്പണായിട്ട് ചോദിച്ചു. അതിപ്പോൾ ഏതായാലും ആ ചോദ്യത്തിൻ്റെ രീതി, ആ ധ്വനിയോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. കാര്യം ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ. ഞാൻ കണ്ടുപിടിച്ചിട്ടല്ല വന്നത്. അങ്ങനെ തന്നെ അജു തന്നെ ആ ഒരു കളിയാക്കുന്ന രീതിയിൽ എനിക്കെന്താ കളിയാക്കൂടാതെ എൻ്റെ സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ എന്റെ ചോദ്യം എന്റെ സ്വാതന്ത്ര്യം ഞാൻ സമ്മതിച്ചിരുന്നല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം മനസ്സിലായല്ലോ, അതനുസരിച്ച് ഞാൻ ചോദിച്ചോളാം. അല്ല, ഉത്തരം പറഞ്ഞോളാം. എന്തേ? അല്ല പെട്ടെന്ന് മാറുന്നു കേട്ടോ. അല്ലല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം ചേട്ടനപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉത്തരങ്ങൾ വേണം എന്നുള്ള ചേട്ടൻ്റെ ഒരു ആശയത്തിന് അല്ല, അങ്ങനെ ചിന്താഗതിയൊന്നും എനിക്കില്ല. അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. അല്ല, അജു പെട്ടെന്ന് അജുവിന്റെ സംസാര രീതി തന്നെ മാറി പെട്ടെന്ന്. അത് എനിക്ക് മാറാൻ തോന്നി, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം. സിമ്പിളാണ്. നിങ്ങളെന്ന് ഞാൻ തിരുത്തുന്നു, താങ്കളിൽ നിന്ന് പോരെ. അത്രയ്ക്ക് അകൽച്ചയായോ പെട്ടെന്ന്? അതല്ല, നിങ്ങളെന്നും താരെന്നൊക്കെ വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം. അപ്പം ഞാനത് ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ പറയുക, ബഹുമാനിക്കാതിരുന്നു എന്ന്, പ്രായത്തെ, എക്സ്പീരിയൻസിനെ. അത് ഞാൻ നാച്ചുറലി ചെയ്യാവുന്ന ആളല്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ ബഹുമാനം കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോൾ അഹങ്കാരം എന്ന് ആളുകൾ പറയുന്നത്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? എൻ്റെ കൂടെ ഇടപെട്ടൊരു വ്യക്തിക്കോ എൻ്റെ കൂടെ സംസാരിച്ചൊരു വ്യക്തിക്കോ അല്ലാതെ എന്നെ ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടിനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. പറ്റുമോ? പറ്റില്ല. അതെൻ്റെ വിധി. ഈ ചോദ്യം, നിങ്ങളുടെ ഈ ഒരു അതിലോട്ടുള്ള ഡൈവേർഷൻ എൻ്റെ വിധി. അത് നിങ്ങളോട് തന്നെ അത് വന്നിരുന്ന് നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് അതിലോട്ട് എന്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ പിൻവലിക്കുന്നില്ല. ചോദ്യം ഞാൻ ഇതുപോലെ കാണിക്കുകയും ചെയ്യും. അല്ല, എന്ത് വന്നാലും വേണ്ടില്ല. അപ്പൊ അതിനകത്ത് പറ്റേ അജു പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് പ്രേക്ഷകർ വിധി എഴുതട്ടെ. പ്രേക്ഷകർ വിധി എഴുതുന്നതല്ല, എനിക്കിപ്പോൾ ഒരു വിധി എഴുത്ത് ഞാൻ മനസ്സിൽ നടത്തിയിട്ടുണ്ട് എന്നെ കുറിച്ച്. തീർച്ചയായിട്ടും. ഇനി ഒരു സിനിമ ലൊക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നു അല്ലേ? തൊടുപുഴ സിനിമ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ അത് വിട്ട് നമുക്ക് സിനിമയുടെ കഥയിലേക്ക് തന്നെ പോകാം. ഈ സിനിമയിലും കൂടെ ഒന്ന് യാത്ര ചെയ്യാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.